എന്താ ഇത്? നന്നായിട്ടില്ലേ? അയ്യേ, എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? പോയി ഇതൊക്കെ മാറ്റി വരൂ. എനിക്കിതാ ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. നിന്റെ തലയ്ക്ക് വേട്ടാ? ഇതൊക്കെ ഇവിടുത്തെ പരിഷ്കാരി പെണ്ണുക്കെ ചേരൂ. എനിക്കിത് കാണുന്ന ദേഷ്യ. അപ്പൊ എന്റെ ഭാര്യ ഇങ്ങനെ തുടങ്ങിയ? കൽപ്പന പറഞ്ഞല്ലോ നന്നായിട്ടുണ്ടെന്ന്. അതവളാണോ തീരുമാനിക്കുക? എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. 7 വെളുപ്പിന് എണീറ്റ് കുളിച്ച്, മുടിയിൽ തുളസിക്കതിർ ചൂടി, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട്, ചുണ്ടിൽ മന്ദഹാസവുമായി, ചുണ്ടത്തി ചായയൊക്കെ വാരിതേക്ക് ആരാ നിന്നോട് പറഞ്ഞേ? തൂത്തുളഞ്ഞ്. എനിക്കിതാ ഇഷ്ടം. രാധ, നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ടാണ് ഈ പഴഞ്ചൻ സ്വഭാവം വെച്ച് നടക്കുന്നത്. സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന വാസന്തി കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങനെ കാണാനാ? അവളുടെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഒരു വരം വന്നു. മുടിയൊക്കെ വെട്ടി, മുട്ടുവരെയുള്ള ഉടുപ്പുമിട്ട് കാണാൻ എന്ത് ചന്തമായിരുന്നു. തനി അശ്രീരായിരിക്കും. എന്തായാലും അവളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ. ഏതായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. നമ്മളമ്മ വെറുതെ വഴക്കിട്ട് സമയം കളയണ്ട. രാധ പോയി വേഷമൊക്കെ മാറ്റി വരും. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. മോളെ, നമുക്കൊരു സിനിമ കാണാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ സിനിമ കാണാറില്ല. നിന്നോടല്ലോ, അവളോടല്ലേ ചോദിച്ചത്. ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവൻ വരില്ല. നമുക്ക് പോവാം മോളെ. അമ്മേ, രാധ വരുന്നില്ല. അമ്മ പോയിക്കോളൂ. എനിക്ക് സിനിമ കാണണം. നമുക്ക് പോവാന്നേ. വേണ്ടാത്തവരോട് എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത്? നമുക്ക് പോവാം മോളെ. ദേ, നിനക്ക് പൊടിയരി കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് ആഹാരം കഴിച്ചിട്ട് വരും. വാ മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. അല്ല, നീ അങ്ങോട്ടാ? വിനീട്ടിന്റെ മുറിയിലേക്ക്. അയ്യോ, അവൻ ഉറങ്ങിയിരിക്കില്ലേ? മോള് ചെന്നേ കൽപ്പനയുടെ മുറി കിടന്നോ? അല്ല, അത് ദേ ഉറക്കത്തിൽ എണിപ്പിച്ചല്ലേ അവന് ദേഷ്യം വരും. മോളെ, രാധയെ വിളിച്ചോണ്ടുന്ന് നിന്റെ മുറി കിടത്തിക്കോ. മോള് ചെല്ലേ. ഗുഡ് നൈറ്റ്. വരൂ. എങ്ങോട്ട്? എങ്ങോട്ടെന്നോ? നാട്ടിലേക്ക്. അല്ല, എങ്ങോട്ടാ? ഞാനില്ല നാട്ടിലേക്ക്. പിന്നെ നമുക്കിവിടെ കഴിയാന്നേ. വിനേട്ടൻ ജോലി രാജിവെച്ചു വരൂ. ജോലി രാജിവെക്കാനോ? എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. നീ എണീറ്റേ, പോയി കുളിച്ച് ഈ വൃത്തിയായിട്ട് വേഷമൊക്കെ മാറ്റി വന്നിച്ചല്ലേ. ഞാൻ വരില്ല. എനിക്കാ നാട് ഇഷ്ടമല്ല. ഇടി കഴുത, നിനക്ക് വല്ല വിവരമുണ്ടോ? ഇത് ഫുൾ എയർ കണ്ടീഷന്റെ മുറിയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് നാട്ടിൻപുറത്ത് ആ തണുത്ത കാറ്റേറ്റിരിക്കുന്നത്. നിനക്കറിയോ, പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലുതായി ലോകത്തൊരു സൗന്ദര്യവും ഇല്ല. ഇവിടുത്തെ പോലെ വല്ല സൗകര്യം അവിടെ ഉണ്ടോ? ജനിച്ചപ്പോ മുതൽ ഞാൻ ഈ ടൗണിലാണ് ജീവിച്ചത്. എനിക്കറിയാം ഇവിടുത്തെ സുഖവും അസുഖവും ഒക്കെ. എന്നാൽ ജനിച്ചപ്പോ മുതൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൻപുറത്തല്ലേ. ഈ പറയുന്ന ഒരു സുഖം ഞാൻ അവിടെ കണ്ടിട്ടില്ല. കാണുന്ന എന്നും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് സാധിക്കില്ല. മനസ്സിലെ ഇത്തിരി കലാബോധവും വേണം. പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, നിറയെ ചെളിയും മണ്ണുമായിരിക്കും. മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമി കിന്നാരം പറയുന്ന കൊച്ചു കൊച്ചു കിളികൾ. എനിക്കവയെ കണ്ടാലേ കലിയ. പാടത്ത് വിത്ത് വെച്ചാ കാത്തു കെട്ടിയിരിക്കണം. കണ്ണു തെറ്റിയോ ഒക്കെ കൊത്തിക്കൊണ്ടുപോകും. ഓഹോ, അപ്പൊ നിനക്ക് പട്ടണ സ്വർഗം അല്ലേ? അതെ. പിന്നെ എന്തർത്ഥത്തിലാ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്? പട്ടണത്തിൽ നിന്ന് വന്നോണ്ട്. അപ്പൊ എന്നെയല്ല, നീ പട്ടണത്തെ കൂടുതൽ സ്നേഹിച്ചല്ലേ? പിന്നീട് എന്ത് ഉദ്ദേശിച്ചാ എന്നെ സ്നേഹിച്ചത്? അത് നീ ഒരു ശാലിനായ നാടൻ പെൺകുട്ടിയെന്ന് വിശ്വസിച്ചിട്ടാ. അപ്പൊ എന്നേക്കാ ഇഷ്ടം എന്റെ നാടിനല്ലേ? ഈ പെണ്ണുങ്ങൾ തർക്കത്തിന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ വരുന്നില്ലയോ? ഇല്ല. ആലോചിച്ച് സംസാരിക്കണം. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവുക. അതെ, ഞാൻ അവസാനമായിട്ട് പറയാണ്. അത്രയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. ഭർത്താവ് പറയുന്നതിനപ്പുറം പറയുന്നത് നല്ല ഭാര്യയ്ക്ക് ചേർന്നല്ല. സാരില്ല. നിന്നെ വിളിക്കാനായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട. വിനു, നീ എന്തിനാണ് വഴക്ക് പറയുന്നത്? അവളിവിടെ നിന്നോട്ടെ.
മോളെ നീ അകത്തേക്ക് പോ. ഇത്ര എളുപ്പം ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ലീവ് എടുത്ത് അവനെങ്ങാനും ഇവിടെ താമസിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഭാഗ്യം. ദേ ഇന്ന് തന്നെ മിസ് തമ്പിൾ വീട്ടിൽ ചെന്ന് കല്യാണം ഉറപ്പിക്കണം. പിന്നീട് അത് കുഴപ്പമാവൂന്നാ എനിക്ക് സംശയം. ഈ പെൺകുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്റെയുടെ മുഖത്ത് കുറെ രൂപ എറിഞ്ഞു കൊടുത്താൽ മതി, വാലാട്ടിക്കൊണ്ടൊന്ന് എടുത്തോണ്ട് പോവും. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ, ഇവിടെ വന്ന് മോളെയും കൂട്ടിക്കൊണ്ടുപോയി ദൂരെ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറയണം. അതെ അതെ. പക്ഷെ വിനുവിനോട് എന്ത് പറയും? അവൾ നമ്മുടെ ഡ്രൈവർ ശങ്കരൻകുട്ടിയോടുകൂടെ ഒളിച്ചൊളിപ്പെന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊന്ന് വിശ്വസിച്ചോളൂ. എന്നിട്ട് നമുക്ക് മറ്റേ കല്യാണക്കാരി എടുക്കാം. എന്നാ മിസ്സിസ് തമ്പിയെ വിളിച്ചു പറഞ്ഞോളൂ, ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേട്ടനും ചേട്ടത്തിയും രണ്ടും രണ്ട് സ്വഭാവമാണ്, പക്ഷെ രണ്ടും പാവങ്ങളാ. ഇനി വരില്ല എന്ന് പറഞ്ഞല്ലേ പോയത്? ചേട്ടന്റെ വാക്ക് പറഞ്ഞാൽ പറഞ്ഞു തന്നെയാ. ബാബുട്ടാ, ഡാഡി മമ്മി മിസ്സസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാ. എന്തിന്? വിനോട്ടിന് അവരുടെ മകനുമായി കല്യാണം ഉറപ്പിക്കാൻ. ഹലോ, പിന്നെ നമ്മുടെ വിനോട്ടിന്റെ കല്യാണം മിസ്സിസ് നായരുടെ വീട്ടിൽ നിന്ന് ഡ്രൈവർ ശങ്കരൻകുട്ടിയാ സംസാരിക്കുന്നത്. ഒരു സന്തോഷ വാർത്ത. ആരെ അറിയിക്കാൻ പറ്റില്ല. നമ്മുടെ വിനുസാറിന്റെ കല്യാണം കഴിഞ്ഞു. വിജയ് ഉണ്ടോ അവിടെ? ഇവിടെ തന്നെ ഉണ്ട്. അതെ, പെട്ടെന്നായിരുന്നു. വോയിസ് ഇവിടെ തന്നെ ഉണ്ട്. വോയിസ് കാണാമല്ലോ. വരണം കേട്ടോ. ശങ്കരൻകുട്ടി, എന്തോ? വാ, മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് പോണം. എന്തിനാണാവോ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ കാറെടുക്ക. മോള് വാ, മോള് വാ. അങ്ങനെ എന്താ പേര് മോളുടെ? ഉണ്ടല്ലേ? എന്താ എല്ലാവരും കൂടെ? ഇരിക്കണം. ഇങ്ങോട്ടിരിക്കാൻ കേട്ടോ. ഇരുന്നേ. അങ്ങോട്ടിരിക്കും, അങ്ങോട്ടിരിക്കും. ചെലവ് ചുരുക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ? മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, ഈ മാരേജിന്റെ കാര്യം ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാനാണ് മമ്മി. ഈ ഹാപ്പി ന്യൂസ് എല്ലാരെയും അറിയിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് കേട്ടോ. എവിടെ വെച്ചായിരുന്നു വിവാഹം? അത് പറഞ്ഞോളൂ മമ്മി. കല്യാണം കഴിഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, ബാക്കിയൊക്കെ മമ്മി പറഞ്ഞാൽ മതി. ഡൽഹിയിൽ വെച്ച് അശോക ഹോട്ടൽ. ഈശ്വരാ, ലവ് മാരേജ് ആയിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ മമ്മി? കുട്ടിയുടെ ഫാദറിന് എന്താ ജോലി? ബിസിനസ്. മൾട്ടി മില്ലിയനിയറാ. മാരേജിന് നിങ്ങളൊക്കെ പോയിരുന്നില്ലേ? പിന്നെ പോകാതെ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയി നൈറ്റ് ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. വിനീനും വൈഫ് എവിടെ? അത് വിനുവേട്ടന് ലീവ് കിട്ടിയില്ല. വൈഫിന് ഞങ്ങളെയും കൊണ്ടുപോകുന്നു. അതെ അതെ. വിളിക്കൂ, ഒന്ന് കാണട്ടെ. അവള് പിന്നെ ഉറങ്ങാണെന്ന് തോന്നുന്നു അല്ലേ? ആരല്ലോ മമ്മി, ഞാനിപ്പോ വിളിച്ചോണ്ടിരാം. അവരുടെ വീട് കാണണം. തന്നെ പാലസ് തന്നെ. 12 ബെഡ്റൂമാ, എല്ലാം എ സിയാ. ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള മുറി കൂടി എ സിയാ. കാറോ എത്ര എണ്ണമാ? വരൂ. ഇതാണ്. They are all my friends. ഇവരെല്ലാം മമ്മിയുടെ കൂട്ടുകാരികളാണെന്ന്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. വാങ്ങിച്ചോളൂ മോനെ. നോക്കൂ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. കൺഗ്രാറ്റുലേഷൻസ്. മലയാളം സംസാരിക്കൂ. ഡൽഹിയിൽ ജനിച്ച് കോൺവെന്റിൽ പഠിച്ച് വളർന്നാണെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പറയും. You like this place? She likes Vinuetan more. അച്ഛന്റെ പേരെന്താ? രാരിച്ചൻ നായർ. യെസ്, ആർ നായർ. അവള് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ആകെ ടയർഡാണ്. മോള് റെസ്റ്റ് എടുത്തോളൂ. കൽപ്പന, മോളെ വിളിച്ചോണ്ട് പോ. ഞങ്ങൾക്കൊരു പാർട്ടി തരാതെ വിടില്ല കേട്ടോ. കൊള്ളാം, പാർട്ടിക്കാണ് വിഷമം. എപ്പോ വേണമെങ്കിലും തരാം. ഡാഡി മമ്മി ഗംഭീരമായ പാർട്ടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. That's right. A grand party. പച്ചത്തുമ്പിയും പിച്ചകപ്പൂവും ഇത്തിരി ഒന്ന് പിണങ്ങി, ഇത്തിരി ഒന്ന് പിണങ്ങി. കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി കവിളുകൾ കണ്ണീർ ചാലായി. കണ്ടാൽ തങ്ങളിൽ മിണ്ടാതായി കവിളുകൾ കണ്ണീർ ചാലായി. കാറ്റ് ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണിത്ര വല്ലായ്മ? കാറ്റ് ചോദിച്ചു, കുരുവി ചോദിച്ചു, എന്താണിത്ര വല്ലായ്മ? പൂവും മിണ്ടിയില്ല, തുമ്പി മിണ്ടിയില്ല,
കൂട്ടുകാർ രണ്ടും പറന്നുപോയി, കൂട്ടുകാർ രണ്ടും പറന്നുപോയി. ഞാൻ അപ്പോഴാ പറഞ്ഞതാ ഈ മനുഷ്യൻ എനിക്ക് വേണ്ടാന്ന്. പറഞ്ഞിട്ടെന്താ കാര്യം? എന്റെ തലയിലെടുത്ത് ഇങ്ങനെയായി പോയിട്ട് എനിക്കൊന്ന് ചത്താ മതിയായിരുന്നു. എവിടെയെങ്കിലും പോയി ചത്താ മതി. ഇനി മേലാൽ ഈ പടി ചവിട്ടിയുടെ കാലം മുട്ടിച്ച തലി ഓടിക്കും. എന്റെ പട്ടി വരും നിങ്ങളുടെ പടിയാവട്ടെ. നോക്കിക്കോ, എനിക്ക് ചോദിക്കാനും പറയാൻ തന്റെ തള്ളയെല്ലാം വിളിച്ചോണ്ട് പാടി. എന്നിട്ട് നാടുകളോട് പറ നിന്റെ ഭർത്താവ് കള്ളുകൂടിയാണെന്ന്. ചെറ്റേ എന്താ നാട്ടുകാരെ എന്നൊക്കെ നടക്കുന്നു. കാലിച്ചെന്നാരെ 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 എന്താ? ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ പാടത്തേക്ക് പോവുക. അവിടെ കൂലിക്കാര് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് പോകൂ. ഒന്നിങ്ങോട്ട് കയറി വരും. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് തുറന്നു വിടൂ. തുറന്നു വിടുക? ആ, ഇവിടത്തെ ആ കുരൂരുത്തം കെട്ടോളും നിങ്ങളുടെ അനന്തരവും വാസുണ്ണിയും കൂടെ ഇന്നലെ രാത്രി എന്നെ അതിനകത്തിട്ട് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയി. ആ, എന്റെ അനന്തരവൻ വാസുണ്ണി നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയെന്നു? ശങ്കരനായരെ, ഞാൻ സത്യം പറയാമല്ലോ, എന്റെ അനന്തരവനായതുകൊണ്ട് പറയല്ല. അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ ഭാര്യയെ അവൻ പൊന്നുപോലെ നോക്കിക്കൊടുക്കും. അതൊക്കെ ഇരിക്കട്ടെ, നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എന്നെ ഒന്ന് തുറന്നു വിടും. ഗുരുവായൂരപ്പാ, എന്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ വലുതാകുന്നതിന് മുമ്പേ വാസുണ്ണിയെ നീ ഒരു കര പറ്റിച്ചല്ലോ. ഇനി ഈ വിളി കേൾക്കണ്ടല്ലോ. എവിടെ? ശങ്കരനാരെ, വലിയ താഴിട്ടാ പൂട്ടിയിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചാ കിട്ടൂല. തന്നെയല്ല, ഒരാൾ പൂട്ടിയ താഴ് മറ്റൊരാൾ തുറന്നാ പോലീസ് കേസാവും. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ പോയി കൊല്ലനെ വിളിച്ചുകൊണ്ട് വരാം. ഉറക്കായോ? എന്താ? വീഡിയോ ഉണ്ടാവും ഒന്നെടുക്കാൻ. ഞാൻ വലിക്കാറില്ല. തീപ്പെട്ടി? ആ, വേണ്ട, എടുക്കില്ല. ഉറങ്ങാറല്ലേ? ഉറക്കം വരണില്ല. അതെന്താ ഉറക്കം വരാത്ത? അല്ല, പണിയും കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലും കുറച്ച് അകത്താക്കി അവളെയും പത്ത് പറഞ്ഞ് അവിടെ വായിരിക്കുന്നതും കേട്ട് കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റൂല. എന്നാ ഒരു 100 മില്ലി അടിക്കാന്ന് വെച്ചാ അതിനൊരു രസം തോന്നണില്ല. കഴിച്ചിട്ടിപ്പോ ആരുടെ മെക്കെട്ട് കയറാനാ? ഉറക്കം വരുന്നില്ലേ? ആ, ഉറങ്ങണം. ഞാനെന്നാ അതെന്താ? അവളെ ഡൽഹിയിൽ കോർട്ടിൽ കളിച്ച ശീലം ഇവിടുത്തെ കോർട്ടൊന്നും അവക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ടാ. അതൊന്നും സാരമില്ലെന്നേ. വരൂ, കമോൺ.